സ്ഫടികരചതവർണം മൗക്തികീമക്ഷമാലാം അമൃതകലശവിദ്യാജ്ഞാനമുദ്രാങ്കരാഗ്രേ ദധതമുരകക്ഷം ചന്ദ്രചൂടം നിർനേത്രം വിധൃത വിവിധഭൂഷം ദക്ഷിണാമൂർത്തിമീഠേ. അല്ല, സ്ഫടികം പോലെയും വെള്ളി പോലെ ഇരിക്കണ ശരീരത്തോടു കൂടിയവൻ, തെക്കോട്ട് നോക്കിയിരിക്കണവൻ, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാണ്ട് ചിന്മുദ്ര മാത്രം പിടിച്ചിരിക്കണേ കൂടെ സകലതും പകർന്നു കൊടുക്കണവൻ. മഹാദേവൻ സംസാരിക്കില്ല. നമ്മൾ പുരാണങ്ങളിലൊക്കെ ഭഗവാൻ പറഞ്ഞു എന്നൊക്കെ കാണാനുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളവർ ചുരുക്കമാണ്. ഭഗവാൻ സംസാരിക്കാറില്ല. ഭഗവാൻ ഒരു തരത്തിലും ഊർജം വേസ്റ്റ് ചെയ്യില്ല. യഥാർത്ഥ ഋഷി ഒരു തരത്തിലും ഊർജം വേസ്റ്റ് ചെയ്യില്ല. 3 തരത്തിലാണ് നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടണം. ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാചകം അടിച്ചിട്ട്, സംസാരിച്ചിട്ട്, ഭക്ഷണം കഴിച്ച് ദഹിപ്പിച്ചിട്ട്, കാമക്രിയയെ കൂടെ 3 തരത്തിൽ മനുഷ്യന് ഊർജം നഷ്ടപ്പെടും. ഈ 3 ഊർജ്ജവും സംഭരിച്ചാൽ അത് ആധ്യാത്മിക ഊർജ്ജമായിട്ട് മാറും. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാ? റിസർവോയർ ആധ്യാത്മിക ഊർജ്ജത്തിൻ്റെ മഹാദേവൻ. മഹാദേവൻ്റെ മുകളിൽ ഊർജ്ജ സംഭരണം ചെയ്തിട്ടുള്ള ഒരാളെ കാണൂല. ആ ഊർജ്ജത്തിന് ഇടയ്ക്ക് മൂപ്പര് ലോക നന്മയ്ക്ക് വേണ്ടി കുറച്ചൊരു തുള്ളി കൊടുക്കും. അങ്ങനെ കൊടുത്താണ് മുരുകൻ, അങ്ങനെ കൊടുത്താണ് ശാസ്താവ്. ഒരു റിസർവോയറാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സകല അറിവുകളും ഉത്ഭവിക്കുന്നത്. ആ അറിവുകളെ ലോകത്തിലെ സകല ജീവരാശികളുടെയും ഗുണത്തിനായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് ആയിരുന്നു ഋഷിമാർ.